ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഡെസിമൽ ഫോംസിലെ പേജ് നമ്പർ 26 സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കുറച്ച് ഫ്രാക്ഷൻസിൻ്റെ സമ്മ് കണ്ടിട്ട് അതിനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 125 ആണ്. ഈ ഒരു 125നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക എങ്ങനെയാണ്? 125ൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ്? 25 ആണ് കിട്ടുക. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 പ്രൈം നമ്പറാണ്. അതുകൊണ്ട് ആ നമ്പറും 1 ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 5 1 എന്ന് എഴുതി. ഇനി നമുക്ക് എന്തറിയാം? ഈ ഒരു 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ രീതിയിലാണ് കിട്ടുന്നത്. അതായത് ഇവിടെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡിവിഷൻ ഒന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് 5 × 25 ആണ് 125 വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടർ ട്രീനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അതായത് 125 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സുള്ള നമ്പർ. അപ്പോൾ 5ഉം 25ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 125 കിട്ടും. ഈ ഒരു 25 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറാണ്. അതായത് ഇതിനെ നമുക്ക് 5 × 5 എന്ന് എഴുതാം. 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 25 ആണ് കിട്ടുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതിൻ്റെ എല്ലാ ഡിനോമിനേറ്റർ ഒരു നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ ഫ്രാക്ഷൻസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രാക്ഷൻസിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്താ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു 5നെ നമ്മൾ എന്തിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 125 കിട്ടുക? അതായത് 5നെ നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 125 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5നെ നമ്മൾ 125 കിട്ടാൻ വേണ്ടിയിട്ട് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നു അതേ കാര്യം നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ന്യൂമറേറ്ററിലും നമ്മൾ എന്ത് ചെയ്തു? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് ഇവിടെ എന്താണ്? 25 ആണുള്ളത്. അപ്പോൾ 25 ആകുമ്പോൾ ആ 25നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 125 കിട്ടും. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിനും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൻ്റെ സമ്മ് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായി? 125 ആയി. 125 അതായത് 1 + 5 + 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് 25 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31. അപ്പോൾ 31/125. അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 125ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ 5ഉം എന്താണ്? ഇവിടെ 3 5 ആണുള്ളത്. അപ്പോൾ ഓരോ 5നെയും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ഈ ഒരു 5നെ നമ്മൾ ഫസ്റ്റ് 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് 5നെ നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. തേർഡ് 5നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്യുന്ന അതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററിലും ചെയ്തു. അതായത് നമ്മൾ ഡിനോമിനേറ്ററിൽ 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ 3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് 0.248 ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ്? 5/4 ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 5/4 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ്റെ ഒക്കെ സമ്മ് കണ്ടിട്ട് നമുക്കത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/3/5/4 എന്ന് കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? 1/5/2നെയും 5/4 വരുന്ന രീതിയിലേക്ക് മാറ്റുക.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് ജസ്റ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5² ഡിവൈഡ് ബൈ 5/4 എന്ന് കിട്ടും. ഇനി 5/3 നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ നമുക്ക് അതും എന്ത് കിട്ടി, 5/4 ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ കിട്ടി. ഇനി ഈ 3 നമ്പേഴ്സിൻ്റെയും സമ്മ് കണ്ടാൽ പോരെ നമുക്ക്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഫൈനലായിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, അതായത് ഇവിടെ നമുക്ക് 5/3 എന്ന് പറയുന്നത് എന്താണ്, 125 ആണ്. ഇനി ഈ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 25 ആണ്. 5/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 + 1 ഡിവൈഡ് ബൈ 5/4. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, 156 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പിന്നെ നമുക്കറിയാം ഈ ഒരു 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 × 5 × 5 5, അതായത് 4 times 5 ആണ് 5/4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 times 5-ൻ്റെ ഓരോ 5-നെയും നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എന്തിനാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നമുക്ക് 10-ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ നമുക്ക് 10-ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഡെസിമൽ ഫോംസിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 4 times 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ 5-നെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 5 4 ഉള്ളത്, അത്രയും 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2496 ഡിവൈഡ് ബൈ 10,000 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര സീറോസ് ആണുള്ളത്, 4 zeros ആണുള്ളത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 digits, അപ്പോൾ എത്ര വരുന്ന 0.2496 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതായത് ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ എടുത്തിട്ട് ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ. അതായത് ഇവിടെ 1/2 നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ 2/3 വരുന്ന രീതിയിൽ ആക്കി മാറ്റുക. അതായത് 1/3 നമ്മൾ 2/3 ആക്കാൻ എന്ത് ചെയ്താൽ മതി, 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ന്യൂമറേറ്ററും 2/2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 2/2 ഡിവൈഡ് ബൈ 2/3 എന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 2/2 നമുക്ക് 2/3 ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/3 ഫോർമാറ്റിലേക്ക് കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഈ നമ്പേഴ്സൊക്കെ എല്ലാത്തിൻ്റെയും ഇപ്പോൾ എന്താ, ഈ ഡിനോമിനേറ്റർ 2/3 ആയി മാറി. ഇനി ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2/2 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. 2/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. പിന്നെ വരുന്നത് എന്താണ്, 1 + 1. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി, 7 കിട്ടി. പിന്നെ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 × 2 ആണ്. അപ്പോൾ ഓരോ 2-നും നമ്മൾ എന്ത് ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ന്യൂമറേറ്ററിൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 875 ഡിവൈഡ് ബൈ 1000. അപ്പോൾ ഇവിടെ 1000 എത്ര സീറോസ് ആണ്, 3 zeros ആണ്. അപ്പോൾ 0.875 ആണ് കിട്ടുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3 എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 2 digit നമ്പറിനെ വേറൊരു 2 digit നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 5.875 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്, 5875 ഡിവൈഡ് ബൈ 1000 ആണ് 5.875 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ കാണാം, ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. അതായത് ഇതിന് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. അതായത് ഇതിന് നമ്മൾ 5 കൊണ്ട്
ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1175 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിന് പിന്നെയും 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 235 കിട്ടും. ആ 235ന് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 47 ആണ് കിട്ടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ 1000ൻ്റെ ഡിവിഷനും ചെയ്ത് നോക്കുക. അതായത് 1000ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് 1875ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 5 × 5 × 5 × 47 ആണ് കിട്ടുന്നത്. 1000ൻ്റെത് എന്താണ് കിട്ടുന്നത്? 5 × 5 × 8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫാക്ടറൈസേഷൻ പറഞ്ഞപ്പോൾ പലർക്കും ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിവിഷൻ ചില ആൾക്കാർക്ക് കുറച്ച് ടഫാണ്. ചിലർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കെയർലെസ് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാണ് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ 5875നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? 1175 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു 1175നെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും 5 കൊണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? 235. ഇനി ഈ ഒരു 235നെ പിന്നെയും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? 47 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഈ ഓരോ നമ്പേഴ്സും നമുക്ക് ഈ ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കിട്ടുന്നത് എന്നുള്ളത്. 5.87ന് നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? 5875 ഡിവൈഡ് ബൈ 1000 ആക്കി. പിന്നെ അതിൻ്റെ ഫാക്ടറൈസേഷൻ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ബാക്കി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് 47/8 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് 5875നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് 47/8 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഈ ഒരു നമ്പറിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 47 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 കിട്ടും. അതുപോലെ 8 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 16 കിട്ടും. അപ്പോൾ 94/16 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.